നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളത്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു റീഡിങ്ങിൽ അറിയാൻ സാധിക്കും. ആദ്യം പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളോട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക. നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഇതിനകത്ത് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിലുള്ള ബ്ലോക്കേജസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ബ്ലാക്ക് മാജിക്ക് ബാധിച്ചിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങളെ നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് മാജിക് ആണോ ബാധിച്ചിട്ടുള്ളത്, ശത്രുദോഷമാണോ, അത് ഏതൊക്കെ മേഖലയിലാണ് ബാധിച്ചിട്ടുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് പരിഹാരവും ചെയ്തു തരാൻ സാധിക്കുന്നതാണ്. പരിഹാരമായിട്ട് നൽകുന്നത് നിങ്ങളുടെ പേരും നാളും ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ബ്രേസ്ലെറ്റാണ്. റിലേഷൻഷിപ്പ് ഇഷ്യൂ അനുഭവിക്കുന്നവർക്ക് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, ഈ ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യേണ്ടത് കുറേ പേർക്ക് ഡൗട്ടാണ്. ആ ഒരു ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് തരുന്നതാണ് ഞാൻ. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്, നിങ്ങളുടെ വ്യക്തിയുടെ അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ലെസ് കോണ്ടാക്റ്റ് ആണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം അവരിൽ നിന്നും കിട്ടുന്നില്ല, അവർക്കാണ് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ തേർഡ് പാർട്ടി ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ആ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഉള്ള ബ്രേസ്ലെറ്റാണ് തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്. ഇപ്പോൾ തേർഡ് പാർട്ടി ഉണ്ട്, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നോ കോണ്ടാക്റ്റ് ആണ് എങ്കിൽ ആദ്യം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ആണ്. കാരണം നിങ്ങളിലേക്ക് കോണ്ടാക്റ്റിലേക്ക് ആവണമല്ലോ. അപ്പോൾ കോണ്ടാക്റ്റിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത്. നിങ്ങളുടെ നെഗറ്റീവ് എനർജി, ബ്ലാക്ക് മാജിക്ക്, ശത്രുദോഷം, കൺപെയർ, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് എനർജി റിമൂവർ ബ്രേസ്ലെറ്റ് ആണ്. നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന ശത്രുദോഷമാണ്, അല്ലെങ്കിൽ ഒരു വലിയ ആഭിചാരമാണ്, ഇതിൻ്റെയൊക്കെ കാഠിന്യം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ രീതി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബ്ലാക്ക് മാജിക് എനർജി റിമൂവർ ബ്രേസ്ലെറ്റ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രിഫർ ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ബാധിച്ചിരിക്കുന്നത്, അങ്ങനെ ശത്രുദോഷത്തിനും ഈ വലിയ ബ്ലാക്ക് മാജിക് എനർജിക്കും രണ്ട് ടൈപ്പ് രീതിയിലാണ് ബ്രേസ്ലെറ്റ് തയ്യാറാക്കുന്നത് കേട്ടോ. ഇപ്പം ഈ വലിയ കാര്യത്തിന് നമ്മൾ ചെറിയ കാര്യങ്ങൾ വെച്ച് തയ്യാറാക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. അതായത് ഇപ്പോൾ കൺപെയറോ ചെറിയ രീതിയിലുള്ള ശത്രുദോഷമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ബ്രേസ്ലെറ്റിൽ ചെയ്തു തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ ശത്രുദോഷം മാത്രമാണ് ബാധിച്ചിരിക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഭിചാരം ബാധിച്ചിരിക്കുന്ന രീതിയിലുള്ള ആഭിചാരം മാറാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് തയ്യാറാക്കി തന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ നെഗറ്റീവായിട്ടേ ബാധിക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ റീഡിംഗ് എടുത്ത് അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ബ്ലാക്ക് മാജിക്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് റീഡിംഗ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു കാര്യത്തിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിയണം. എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് കൺപെയർ മാറാനുള്ളത് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്തു തരാം കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് റീഡിംഗ് എടുത്ത് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം വേണം എന്തുവാ മുമ്പോട്ടെന്ന് തീരുമാനിക്കാനാണ്. എന്നാൽ മാത്രമേ എനിക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് പരിഹാരം ചെയ്തു തരണം എന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ബ്രേസ്ലെറ്റ് വാങ്ങിച്ച എല്ലാവർക്കും റിസൾട്ട് ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. ഭയങ്കര നല്ല കാർഡ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞപ്പം നല്ല കാർഡ്സാണ് വരുന്നത്. ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നടക്കാൻ പോവുകയാണ്. റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യം നടക്കാൻ പോവുകയാണ്. ഒന്നെങ്കിൽ ആ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അവിചാരിതമായിട്ട് ഒരു കാണാൻ ഇടയാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു മെസ്സേജ്, ഫോൺ കോൾസ്, ഇതൊക്കെ ലഭിക്കാം. ഇതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇവിടെ ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നീതി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ.
നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും, നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഓറ ഭയങ്കര പോസിറ്റീവ് നിറഞ്ഞായിട്ടാണ് ഇവിടെ കാണുന്നത്, പോസിറ്റീവ് എനർജി നിറഞ്ഞായിട്ടാണ് കാണുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട്, ഒരു റീയൂണിയൻ സംഭവിച്ചിട്ടുള്ളൊരു സെലിബ്രേഷൻ. ഇപ്പോൾ കുറേ പേര് ഇപ്പം നിങ്ങൾ ബ്രേക്കപ്പായി ഇനി ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഒന്നുകിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതാവാം, അല്ലെങ്കിൽ അവരുടെ ഫോൺ കോൾ ആവാം. കുറേ ആൾക്കാർ ഇപ്പം നിങ്ങൾ എൻഡ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ കുറേ ആൾക്കാരുടെ എനർജി ഇവിടെ നോക്കുകയാണെങ്കിൽ പണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വ്യക്തികൾ, ഫ്രണ്ട്സ് ആവാം, ആരും ആവട്ടെ, അവരുമായിട്ടൊരു റീയൂണിയൻ സെലിബ്രേഷൻ. ഇപ്പം നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ ഒക്കെ കോളേജ് കഴിഞ്ഞവരാണെങ്കിൽ റീയൂണിയൻ ഉണ്ടാക്കുവാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതുവഴി നിങ്ങളുടെ ലൈഫിലൊരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രവണതയൊക്കെയാണ് കേട്ടോ കാണുന്നത്. കുറേ പേർക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇത് കാണുന്നുണ്ട്. എന്ത് തന്നെ ആണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് മറ്റാരുടെടുത്തും പറയാതിരിക്കുക, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കുക. സക്സസ് ആവുന്നിടം വരെ ആരുടെടുത്തും പുറത്ത് പറയാതിരിക്കുക. കാരണം ഒരുപാട് അസൂയക്കാരുണ്ട്. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് നിങ്ങൾ മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ. കാരണം ബാക്കിയുള്ളവരൊന്നും നിങ്ങളുടെ ജീവിതമല്ല ജീവിക്കുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് അവർക്കൊരു നേരം പോക്ക് മാത്രമാണ്. നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് മറ്റാൾക്കാരുടെ അടുത്ത് പറഞ്ഞ് ചിരിക്കാൻ അല്ലെങ്കിൽ ദുഃഖിക്കാനുള്ള ഒരു നേരം പോക്ക്. എപ്പോഴും അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ നിങ്ങളിപ്പോൾ ആരുടെടുത്തെങ്കിലും പറഞ്ഞ് റിലീഫ് കിട്ടുമെന്ന് കരുതി നിങ്ങൾ ആരുടെടുത്തെങ്കിലും പറയുകയാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് ചിലപ്പോൾ റിലീഫ് കിട്ടിയാൽ അവർക്ക് അതൊരു നേരം പോക്കായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് കരുതി. അല്ലാതെ നിങ്ങളുടെ വിഷമത്തിനെ കുറിച്ചിട്ട് സങ്കടപ്പെടാൻ ഈ ഭൂമിയിൽ ആരും ഇല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളല്ലാതെ കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ്, ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം പറഞ്ഞല്ലോ ഒരു പോസിറ്റീവ് കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളൊരു യാത്ര പോകുന്നു, നിങ്ങൾ മാറി താമസിക്കുന്നു, നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ളൊരു ഫാമിലി ഉണ്ടാവുന്നു. മനസ്സിലായോ? ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ മക്കളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി കാണുന്നു. എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്കൊരു പൂർണ്ണത ലഭിക്കുന്നതായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇവിടെ എപ്പോഴും നിങ്ങൾ അവെയറായിട്ടിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നീതി കിട്ടും. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റീവായിട്ട് നിങ്ങളുടെ തോട്ട്സിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അത് പരീക്ഷണമാണ്. പിന്നൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഭൂമിയിൽ പോസിറ്റീവ് എനർജി ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ നെഗറ്റീവൊക്കെ ഈസി ആയിട്ട് അട്രാക്റ്റഡ് ആവും. മനസ്സിലായോ? അപ്പം ഈ കഴിയുന്നതും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്നുള്ള സമ്പർക്കം ഒന്ന് കുറയ്ക്കുക. നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ഓറെ ഡിസ്റ്റർബ് ചെയ്യാൻ മറ്റാരെ അനുവദിക്കരുത്. അത് നിങ്ങളുടെ ചിന്തയെ പോലും അനുവദിക്കരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾക്കൊരു സക്സസ് ആണ് കേട്ടോ കാണുന്നത്. നിങ്ങൾ പൊരുതിയതിന് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നിങ്ങൾ ഫൈറ്റ് ചെയ്തതിന് ഒരു വലിയ സക്സസ്സാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പോസിറ്റീവായിട്ടിരിക്കുക, നെഗറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റഡ് ആക്കാതിരിക്കുക, നെഗറ്റീവ് കാര്യങ്ങൾ ഉള്ള സ്ഥലത്തോട്ട് പോകാതിരിക്കുക, നെഗറ്റീവ് ആൾക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുക. വൺസ് ഇപ്പോൾ നെഗറ്റീവായിട്ട് നിങ്ങൾ അട്രാക്റ്റഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. നിങ്ങളെപ്പോഴും പ്രൊട്ടക്റ്റഡായിട്ട് വെക്കുക. ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ എങ്ങനെയുള്ളതാണെന്ന് നോക്കാം കേട്ടോ. വളരെ കഷ്ടമാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചതിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചതിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ ചതിച്ചു കേട്ടോ. ആ ഒരു ചതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർ തമ്മിലുണ്ടായിരുന്ന സ്നേഹം, അല്ലെങ്കിൽ അവർ തമ്മിൽ ഉണ്ടായിരുന്ന സ്നേഹം, അതായത് സ്നേഹം എന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു ഘടകം ഉണ്ടല്ലോ, അത് അവിടെ ഇല്ലാതായ ഒരു സിറ്റുവേഷനാണ് കേട്ടോ കാണിക്കുന്നത്.
പല രീതിയിലും നിങ്ങളുടെ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോരോ ചതികളാണ് നിങ്ങളുടെ വ്യക്തി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ടയേർഡായി, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഫെഡപ്പായി, തേർഡ് പാർട്ടിയോട് അറപ്പാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരു അറപ്പ് നിറഞ്ഞ രീതിയിലാണ് നിങ്ങളുടെ വ്യക്തി അവരെ നോക്കിക്കാണുന്നത്. ശരിക്കും നിങ്ങളുടെ വ്യക്തി അവരുടെ ഹൃദയം ശരിക്കും പെയിൻഫുൾ സിറ്റുവേഷനിലാണ്. ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ചതിച്ചല്ലോ എന്ന് ഓർത്തിട്ടും ആ ഒരു തേർഡ് പാർട്ടിയുടെ സ്നേഹം കംപ്ലീറ്റ് ആയിട്ട് പോയല്ലോ എന്ന് ഓർത്തിട്ടും അല്ല അവരിപ്പോൾ വേദനിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഓരോ ആൾക്കാരുടെ ലൈഫിലുണ്ടല്ലോ, അവർക്ക് പല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാവൂ മറ്റൊരാളുടെ ലൈഫിൽ അത് വന്നപ്പോൾ അവരെത്രത്തോളം വേദന അനുഭവിച്ചെന്ന്. ഇപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ചതിക്കപ്പെട്ടൊരു ഫീലിംഗ്, ഈ തേർഡ് പാർട്ടിയിൽ നിന്നുമുള്ള പല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അത് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കത് മനസ്സിലായി നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ എത്രത്തോളം ആയിരുന്നു എന്ന്. അവർ നിങ്ങളുടെ അടുത്ത് ഇതുപോലൊക്കെ കാണിച്ചപ്പം നിങ്ങൾ എത്രത്തോളം പെയിനാണ് അനുഭവിച്ചത് എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി. അത് വെച്ചിട്ടുള്ള ആ ഒരു റിയലൈസേഷൻ ഉണ്ടല്ലോ, അത് കൊടുത്ത ഒരു പെയിനായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ചതിച്ചു. ആ ചതിച്ചത് എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി തോന്നിയ വഴിക്ക് പോയെന്നായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. തേർഡ് പാർട്ടിയുടെ ലൈഫിൽ പുതിയൊരു വ്യക്തി വന്ന് തേർഡ് പാർട്ടിയുടെ വാലെ പിടിച്ച് നടക്കുമായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. തേർഡ് പാർട്ടി പറയുന്നതും കേട്ട് അവരുടെ പിന്നാലെ ഇങ്ങനെ വാലെ പിടിച്ച് നടക്കുമായിരുന്നു. ഇപ്പോൾ യൂട്യൂബിൽ കുറേ റീൽസൊക്കെ കാണാറില്ലേ, ഒരാൾ മുമ്പിൽ പോകുന്നു, പിന്നാലെ ഒരു പട്ടി ഓടുന്നു. ആ ഒരു റീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മുമ്പിൽ പോകുന്ന പിന്നാലെ ഒരു പട്ടി ഓടുമ്പോൾ ഉഷയെന്നൊക്കെ വിളിച്ച് ഉള്ളൊരു റീലില്ലേ, സെയിം അത് തന്നെ. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുടെ പിന്നാലെ അങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി അത് ഗവനിക്കുന്നില്ല. ആദ്യമൊക്കെ ഭയങ്കര എടുത്ത് തലയിൽ വെച്ചിരിക്കുമായിരുന്നു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിനെ. പക്ഷേ ഇപ്പോൾ അത് അതുപോലെ എടുത്ത് നിലത്തിട്ട് ഉടച്ചിട്ടൊരു ഫീലിംഗാണ് കേട്ടോ കാണുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തി ആ പേഴ്സണിൻ്റെ, അതായത് തേർഡ് പാർട്ടിയുടെ പിന്നാലെ പോകുന്ന ഇതുവരെ നിർത്തിയിട്ടില്ല. അവർ ചതിച്ചു, എല്ലാം അറിയാം. അവരിപ്പോൾ നിങ്ങളുടെ വ്യക്തി പെയിൻ അനുഭവിക്കുന്നു, എല്ലാം അറിയാം. പക്ഷേ ഇപ്പോഴും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല ഇവരല്ലാണ്ട്. കാരണം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടാണല്ലോ തേർഡ് പാർട്ടിയുടെ കൂടെ പോയത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എനിക്കിത് കണ്ടിട്ട് സത്യത്തിൽ ചിരിയാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ തന്നത് അതും അതിൻ്റെ അപ്പുറവും തേർഡ് പാർട്ടിയിൽ നിന്നും അനുഭവിക്കുന്നു. തേർഡ് പാർട്ടിയുടെ പിന്നാലെ വാലാട്ടി അങ്ങ് ഓടുവാണ്. അവരെവിടെയൊക്കെ പോകുന്നോ അവരെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് കിട്ടുന്നത് എന്തുവാ? കഷ്ടം, വളരെ കഷ്ടം. നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ വളരെ കഷ്ടം. നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല കേട്ടോ. അവർക്കിതൊക്കെ മനസ്സിലാവുകയാണെങ്കിലും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ട്രാപ്പ് ചെയ്തിരിക്കുന്നതായിട്ടാണ് എന്നെ ഇവിടെ കാണുന്നത് കേട്ടോ. കാരണം തേർഡ് പാർട്ടിയിൽ നിന്ന് ഈ ട്രാപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ പിന്നാലെ ഇട്ട് ഓടിക്കുന്നു. അത് ഈ ട്രാപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ട്രാപ്പല്ല. ഇത് ഭയങ്കര ഒരു സ്ട്രോങ് ബ്ലാക്ക് മാജിക് എനർജി വശീകരണം. അങ്ങനെ വശീകരിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്തൊക്കെ ക്രൂരതകൾ കാണിച്ചിട്ടും എങ്ങനെയൊക്കെ നിങ്ങളുടെ വ്യക്തിയെ ചതിച്ചിട്ടും ഈ തേർഡ് പാർട്ടിയെ വിട്ടിട്ട് പോകണമെന്നുള്ളൊരു ചിന്തയില്ലാത്തത്. പക്ഷെ എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ടാണ് ഇവിടെ അവരുടെ ലൈഫിൽ ചതിക്കപ്പെട്ട ഒരു ഫീല് വന്നപ്പോഴത്തേക്ക് നിങ്ങളെ അവർ ചതിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ ആ ഒരു മാനസിക അവസ്ഥയെ ഓർത്തിട്ട് വിഷമിക്കുന്നത് കേട്ടോ. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പല സാധനങ്ങളും പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടിട്ട് കഴിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പൂജ ചെയ്ത ഫ്രൂട്ട്സ്, ഈ മൃഗങ്ങളെയൊക്കെ ബലി കൊടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് ആഭിചാരം ചെയ്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഇത്രയൊക്കെ മാറാൻ സാധിക്കുമോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്.
കഠിനമായിട്ടുള്ള ഒരു വൃത്തികെട്ട രീതിയിലുള്ള ബ്ലാക്ക് മാജിക് ഒക്കെയാണ് നടക്കുന്നത്. ഈ തേർഡ് പാർട്ടി അത്രയ്ക്ക് അധപ്പതിച്ച ഒരാളായിട്ടാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ തേർഡ് പാർട്ടി ആരും ആവട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടാക്കിയ, അത് ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ അമ്മായിയമ്മയാവാം, നിങ്ങളുടെ അമ്മായിയപ്പനാവാം, നിങ്ങളുടെ സിസ്റ്റർ ഇൻ ലോ ആവാം, അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോയുടെ ഹസ്ബൻഡ് ആവാം, ബ്രദർ ഇൻ ലോ, ആരും ആവാം. ഒരു കാര്യം മനസ്സിലാക്കുക, അവർക്ക് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ, അത്രയ്ക്ക് അധപ്പതിച്ചു പോയി അവർ. നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തി ചോദ്യം ചെയ്യുന്നുണ്ട്, അവരുടെ പിന്നാലെ പോകുന്നു, എല്ലാം അറിയുന്നു, ചോദ്യം ചെയ്യുമ്പം തേർഡ് പാർട്ടി അതിശക്തമായിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തിക്ക് തന്നെ ലാസ്റ്റ് തോന്നും അവരാണോ തെറ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു വഴക്കിൽ നിന്നും പിന്മാറുക, പിന്നെയും ഡിപ്രഷൻ സ്റ്റേജിലിരിക്കുക, ചതിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണോ അങ്ങനെ പോവുക, കുറേ ഓവർ തിങ്കിങ്. നിങ്ങളുടെ വ്യക്തിയുടെയും തേർഡ് പേഴ്സൻ്റെ ഇടയിൽ ഒരുപാട് രഹസ്യങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു അൺസേർട്ടൺ ആയിട്ടുള്ളൊരു ഒരു റിലേഷൻഷിപ്പാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്. ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ടല്ലോ, നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നുണ്ട്. അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല ഈ മറച്ചു വെച്ചിരിക്കുന്നത്, വൃത്തികെട്ട രീതിയിലാണ് ചതിച്ചുകൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി പല ആൾക്കാരുടെയും കൂടെ പോകുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ തേർഡ് പാർട്ടി ആരും ആവട്ടെ എന്ന്, അത് നിങ്ങളുടെ റിലേറ്റീവ് ആവാം, ഇൻലോസ് ആവാം, എന്തും ആകാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാവാം, ആരും ആവാം. ഇവിടെ തേർഡ് പാർട്ടിയുടെ ഒരു മുഖം കാണിക്കുകയാണെങ്കിൽ ഒരു വൃത്തികെട്ട അതൊരു സ്ത്രീയായിട്ട് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. സ്ത്രീയുടെ എനർജിയാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അവർക്കൊരു ബന്ധം, ഒരു വൃത്തികെട്ട ബന്ധം ഉള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് മറ്റ് തോന്നിയ രീതിയിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അതൊരു വൃത്തികെട്ട ബന്ധമുള്ളതായിട്ടാണ് കാണുന്നത്. അവരാവശ്യമുള്ളത്, അവർക്ക് എന്തൊക്കെയാണോ ജീവിതത്തിൽ ആവശ്യം അതൊക്കെ നേടിയെടുക്കാൻ ഒരു തരത്തിലും മടി കാണിക്കാത്ത ഒരു വൃത്തികെട്ട സ്ത്രീ, സ്വന്തം ശരീരത്തിനൊരു വില കൊടുക്കാത്ത ഒരു സ്ത്രീ, സ്വന്തം ശരീരം കൊണ്ട് ആർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സ്ത്രീ, അത്രയ്ക്കും വൃത്തികെട്ട മോശ സ്വഭാവമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം നോക്കി കഴിഞ്ഞിട്ട് ഒരു വൃത്തികെട്ട ഇതാണ് കാണുന്നത്. കാരണം തേർഡ് പാർട്ടിയുടെ സ്വഭാവം അത്രയ്ക്ക് മോശം, ഭയങ്കര മോശം. കാരണം ഒരാൾക്ക് ഇങ്ങനെ ചതിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഭയങ്കര ചതിവും വൃത്തികേടും ഒക്കെയാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നടക്കുന്നത്. എന്തായാലും നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ട് ജീവിതത്തിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും നിങ്ങളുടെ വ്യക്തി നേരത്തെ നല്ല രീതിയിൽ ഒരുങ്ങിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം പ്രോപ്പറായിട്ട് ഡ്രസ്സിങ് പോലും ചെയ്യുന്നില്ല. കണ്ണി കാണുന്ന കിട്ടുന്ന ഡ്രസ്സ് ഇടുക, അയൺ ചെയ്യുന്നില്ല. അവരെ തന്നെ നോക്കിയിട്ടൊന്ന് പ്രോപ്പറായിട്ട് ഫുഡ് പോലും കഴിച്ചിട്ട് കുറേ നാൾ അവർക്ക് സ്വസ്ഥതയില്ല കേട്ടോ. അത് നിങ്ങളുടെ ആ ഒരു വിഷമത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇത്രയേറെ അനുഭവിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങളുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നല്ല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ താമസിക്കാതെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ വരാനിരിക്കുന്ന മാറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം, അത് ചിലപ്പോൾ ഇന്നാവാം, നാളെ ആവാം, എന്നും ആവാം. അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ബ്രേസ്ലെറ്റ് വാങ്ങാനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.